ഹലോ, ഞാൻ ഗൗരിയാ. ഇവനെന്താ ചെവി കേട്ടൂടെ? ഹലോ അച്ചുവേട്ടാ, ഇത് ഗൗരിയാ. ഗൗരിക്കുട്ടിയോ? എന്തുണ്ട് മോളെ? ബുദ്ധിമുട്ടോ? അവനോ? അവൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ശരി മോളെ. ആരാ? എന്തുറക്കോടാ ഇത്? ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നം കണ്ട് ഉറങ്ങിയതുകൊണ്ട് ഒരു മുള കണ്ണടയ്ക്കാൻ പറ്റില്ല. ഭയങ്കര ഉറക്കക്ഷീണം. നമ്മുടെ ഗൗരിക്കുട്ടി ഇപ്പൊ വിളിച്ചിരുന്നു. ഗൗരി അമ്മേ? അമ്പാടിയിലെ ഗൗരി. നാളെ ആ ഉണ്ണിയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീ കൂടെ ചെല്ലണോന്ന്. നാളെ എനിക്ക് പറ്റില്ല. നാളെ വെള്ളിയാഴ്ച അല്ലേ? എനിക്ക് പനി ഛർദിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഭയങ്കര ചൂടുണ്ട്. ഒരു കുഴപ്പമില്ല. അയ്യോ കുഴപ്പമുണ്ട്, പനി വരും. അങ്ങനെയാണെങ്കിൽ ശിവന്റെ ഒരു ഡോസ് മരുന്ന് മേടിച്ചു കഴിച്ചു. മരുന്ന് കഴിച്ചാ പനി പോവില്ലേട്ടാ. പനി വന്നാ പനിച്ചു തന്നെ പോണം. എന്റെ പനിച്ചക്കടമുത്തി നീ കേട്ടില്ലേ? ഞാനങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. ആ കൊച്ചു ആദ്യമായിട്ടൊരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മുടക്കാൻ നിൽക്കണ്ട. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവള് കേട്ടില്ലോ. അപ്പോഴേക്കും അവളുടെ ഒരു ഉണ്ണി. അവനെ എയർപോർട്ടിൽ കൊണ്ടവൻ എന്റെ പട്ടി പോവും. ഗൗരി പറഞ്ഞിരുന്നു എന്നെ യാത്രയാക്കാൻ രാമൻകുട്ടിയും കൂടെ ഉണ്ടാവുന്നു. ഏതായാലും വന്നതിൽ സന്തോഷം. ഓ, രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നുമല്ല. തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ എത്തി ഉടൻ വിളിക്കണം. അതല്ല അവിടെ ചെല്ലുമ്പോ നീ എന്നെ മറക്കുവോ? നിന്നെ മറക്കാനോ? പിന്നെ എനിക്ക് നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ? ഇനി എന്നാ ആശം തിരിച്ചു വരുന്നേ? ഇനി കല്യാണത്തിന്. കല്യാണത്തിന് പന്തലും സദ്യയൊക്കെ നമ്മുടെ രാമൻകുട്ടിയുടെ വക. എന്തേ? അതെ, ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും നുണ്ണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കല്യാണത്തിനാവട്ടെ അല്ലേ രാമൻകുട്ടി? എന്റെ 16 പാട്ടി. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, 16 മണിക്ക് എനിക്ക് സ്ഥലം വരെ പോകാനെന്ന് പറഞ്ഞു. 16 മണിയോ? എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. ഞാൻ വിചാരിച്ച് ഒന്നും മിണ്ടാണ്ടിരിക്കട്ടോ, എന്റെ ഡ്രൈവിംഗ് തെറ്റണു. ബാഗ് ഞാൻ എടുത്തു തരാം. ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. എന്റെ ചാത്തമാരെ, മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ. പോകുന്ന വഴി ചെറിയ അപകടം ഉണ്ടാക്കി ഇവനെ വികലാങ്ങനാക്കി ഇവരുടെ പ്രണയം നശിപ്പിച്ചേക്കണേ. എന്താണ് അവ ഉണ്ടാവുക? എനിക്ക് ആലോചിക്കും ചിരി വരിക. ഹാൻഡിൽ വിത്ത് കെയർ. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷനോ? ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് താങ്ക്സ് എന്നാണ്. ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാന്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കണത്? ഇറ്റ്സ് ടു മച്ച്. ഞാൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അതാ ഗൗരിയുടെ ക്യാരക്ടർ. മുറച്ചെറുക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ അവള് കാണിച്ച കുസൃതികളാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്രമാണ്. ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ യാത്ര അയക്കാൻ നിങ്ങളെ കൂടെ കൂട്ടിയത്. നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗൗരിക്ക് ഈ രാമൻകുട്ടിയെ ഇഷ്ടമാണ്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അതെ, ഉണ്ണി എന്നോട് ക്ഷമിക്കണം. കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ വൃത്തിയോട് കാണിച്ചു. എന്ത്? നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൊട്ടയിൽ ഒരു സാധനം ചെയ്തു. ഞാൻ സിബ് തുറന്നോട്ടെ? അയ്യോ, അങ്ങനെ പറയുന്നത്. ഞാൻ സിബ് തുറന്നെടുത്തോട്ടെ? ബാഗിന്റെ സിബ് തുറക്ക. മൊട്ടയില് കൂടോത്രം. പ്യാരി പറഞ്ഞു കേട്ടപ്പോ ചാത്ത സേവ അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം. ഇതെവിടെ കളയാ? എന്തെങ്കിലും തരണേ. 2-3 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. വിശന്നിട്ട് വയ്യ. മുട്ടയോ? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. സാറ് കഥാകൃത്താണോ? മുട്ടയിൽ വരെ ഡയലോഗ് കൊണ്ടേ പുഴുങ്ങി തിരടോ. ISI മുദ്രയുള്ള മുട്ട. താൻ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ. ഇക്കാലത്ത് വല്ലൊരു ഇങ്ങനെയൊക്കെ ചെയ്യും. എനിക്കറിയാം. എന്താ അതിലെ? ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം. വരട്ടെ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. സത്യത്തിൽ രാമൻകുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല,
ഞാൻ ഇങ്ങനൊരു കഥയുണ്ടാക്കി പറഞ്ഞത്. പിന്നെ ഇയാൾക്ക് എന്നോടുള്ള ഇഷ്ടം ഒരു നേരം പോക്ക് മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് കൂടിയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി രാമൻകുട്ടിയുടെ സ്നേഹം സിൻസിയർ ആണെന്ന്. ഉണ്ണി മുറച്ചറക്കനും കൂടി ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ ശരിക്കും കൂടി വിശ്വസിച്ചു പോയി. അയ്യോ, എനിക്കവനെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ എന്നെ പോലൊരു പെണ്ണിനെയൊന്നും അവൻ ഇഷ്ടപ്പെടില്ല. അവന് ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, നല്ല സുന്ദരികളായ നോർത്ത് ഇന്ത്യക്കാരികൾ. ആ കഥകളൊക്കെ എന്നോടൊന്ന് പറയാറുണ്ട്. ഈ നോർത്ത് ഇന്ത്യക്കാരികളോട് ഒരു ബഹുമാനം തോന്നുന്നു ഇപ്പഴാ. നിങ്ങൾ എന്ത് ഭാവിച്ചാ? ഒരാൾ അയിലേക്ക് പറയാ, അപ്പൊ മറ്റേ ആൾ അയാളെ ചീത്ത പറയാ, പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാ. എന്നിട്ട് രണ്ടുപേരും കൂടി ആരും കാണാതെ കാറിൽ ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റി കറങ്ങി നടക്കുക. പെട്രോൾ ഇങ്ങനെ കത്തിച്ച് കളയുന്നതിൽ എനിക്ക് നല്ല വിഷമുണ്ട്. എടാ, പെട്രോളിന് ഇപ്പൊ എന്താ വില? 30-50. ഡീസലിനോ? 21-60. എടാ, മണ്ണെണ്ണ നല്ല ലാഭല്ലേ? പോഞ്ഞിക്കർക്ക് ഇപ്പൊ എന്താ അറിയണ്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില? എന്റെ ഭഗവാനെ, ഞാൻ മാട്രിനെ പോയി ആ. ചോദിക്കാനും പറയാൻ ഒരു തെണ്ടില്ലെന്ന് വിചാരിച്ചാ. ചോദിക്കടാ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എടാ, ശബ്ദം കനപ്പിച്ച് പറയടാ. ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? പോരെ. ചേട്ടനൊന്നും ഇങ്ങോട്ട് വന്നേ. കുഴപ്പമുണ്ടാക്കരുത്, ഞങ്ങള് തമ്മിൽ കോംപ്രമൈസ് ആയി. നേരാ. ഉം. ലൈക്കാ ലവ്. ലവ് കലക്കി. നേരാണോ കൊച്ചി? ഞങ്ങളുടെ രാമൻകുട്ടിയായിട്ട് കൊച്ചി ലവാണ്. അങ്ങനെ തലയാട്ടിയെ പോലെ ഞാൻ കൂടി ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി നമ്മളെ പറഞ്ഞ് പറ്റിക്കാണെങ്കിൽ ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങള് സിനിമയിലെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്യണം. ചിലപ്പോ വേണ്ടി വരും. അയ്യടാ, ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല. പാട്ടും പാടി ഡാൻസ് ചെയ്യണോ അത്രേ? എന്റെ പട്ടി ഡാൻസ് ചെയ്യും. ഹലോ, ആരാ? വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ല? ഇല്ല, ആരാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു ക്ലൂ തരാമോ? തരാതോ? വീട്ടുപേരിൽ തെക്കുണ്ട്. ഓ, മനസ്സിലായി. ആ, എങ്കിൽ പറ. തെക്കേ പറമ്പി തെങ്ങ് കയറാൻ വരുന്ന കാണാറുന്നല്ലേ? ആരാ മുത്തശ്ശ വിളിച്ചത്? മുല്ലശ്ശേരി എന്നാ കൂർപ്പ. ആ. 2 ഉരുളി വേണോ? പിന്നെ ഉരുളി കിടന്ന് ഉരുളല്ലേ? അത് അമ്പാടിയിലെ മുത്തശ്ശല്ലേ? കൊച്ചു കൊള്ള. മുത്തശ്ശിയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി? ട്യൂൺ ചെയ്ത സ്ട്രിങ് പൊട്ടിച്ച. ഏയ്, നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ. വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഓ, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കോളേജ് സ്റ്റുഡൻസ് അല്ലേ? കേറിയിരിക്കുന്ന യമഹേലല്ലേ? കോളേജ് മുത്തശ്ശ, ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ? പറയാം. പറയരുത്. പറയില്ല. എന്താ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നാണാവണു. പറയടാ, ഞാൻ ആരോടും പറയില്ല. അതെ, ഞാനൊരാളായിട്ട് പ്രേമമായി. മുത്തശ്ശൻ പറ, ആരായിരിക്കും? ഒരു ക്ലൂ തരുമോ? തുപ്പല്ല മുത്തശ്ശ, ഞാൻ ക്ലൂ എന്ന് പറഞ്ഞതല്ലേ? ക്ലൂ ആണ്. ആദ്യത്തെ അക്ഷരം ഗൗളിയിലുണ്ട്. പല്ലി. ഗൗളി. ഓ, നമ്മുടെ പറഞ്ഞാറിയ പ്രഭാകരന്റെ മുത്തശ്ശി ഗൗതമി. ഗൗതമി. എന്ത് പറഞ്ഞാലും മുത്തശ്ശിമാര് കുറെ എല്ലുപൊടി കേസുകളായിട്ടാ കൂട്ട്. എങ്കിൽ നീ പറ. അതെ, പറയടാ. നമ്മൾ നമസ്കാരം. ഇരിക്ക് സാർ. അച്ചോട്ടാ, എടത്തി ആരൊക്കെ വന്നിരിക്കണം നോക്കിയേ. ഇരിക്കുന്നേ. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ആ, അച്ചു, ഞങ്ങൾ വന്നത് ഒരാലോചനയായിട്ടാ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ? ആ മോളെ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. രാമൻകുട്ടി, നീ എന്താ മാറിയിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി. എനിക്ക് കല്യാണാലോചന എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ദാണാ. അല്ല, ചെറുക്കനാരാ? നിങ്ങൾക്കറിയാവുന്ന ചെറുക്കനാണ്. അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ ഉണ്ണി? അവൻ തന്നെ ആള്. കൊള്ളാം, നല്ല മിടുക്കൻ ചെറുക്കനാ. നമ്മുടെ ഗൗരിയായിട്ട് ചേരും. ആര് കണ്ടാലും കുറ്റം പറയില്ല. നല്ല കാര്യമാണ്. ഗൗരിക്ക് എങ്ങനെ ചെറുക്കനെ ഇഷ്ടായോ? തൽക്കാലം ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണല്ലോ, ഇഷ്ടക്കുറവ് കാണില്ല. പക്ഷേ അവൻ ലോകം മുഴുവൻ കറങ്ങുന്നവനാ. ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ. ഇപ്പോ ഇങ്ങനെയൊരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നോ എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. അവന്റെ മനസ്സ് എന്താണെന്നൊന്ന് അറിയണല്ലോ. അതെ, അതാ അതിന്റെ ശരി. പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ആദ്യം അറിയണം. എന്നിട്ട് വീട്ടുകാരായിട്ട് സംസാരിക്കാം.
ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർത്ഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത്. നമുക്ക് ഇവരെ തന്നെ പറഞ്ഞേക്കാം. എന്താ? അത് ശരിയാ. ഇവര് തരക്കാരാവുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ. അല്ല ഞാൻ പോണ്ട കാര്യമുണ്ടോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യം. ഏയ് എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നതാ അതിന്റെ ശരി. താമസിക്കണ്ട, നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം. നീ കൂടുതലൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ ഒരാളോട് പ്രേമാണെന്ന് പറഞ്ഞിട്ട് അത് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഏയ് ഞാനത് ചുമ്മാ പറഞ്ഞ മുത്തച്ഛ. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ വെറുതെ അടിപൊളി കുഞ്ഞി. നീ പ്രേമായത് ഗൗരിയായിട്ടല്ലേടാ? ശരിയാ, ഞാനും ഗൗരിയും തമ്മിൽ സ്നേഹത്തിലാ. എങ്കിൽ ആ വരുന്ന എനിക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയണ്ടല്ലേ. നീ ആ ഒരു കാമുകൻ, കാമുകന്മാരുടെ മാനം കളയാൻ ജനിച്ചവൻ. മുത്തച്ഛൻ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ പറയുന്നു നേക്ക്. ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞ ചിലപ്പോ രാധികേടത്തിന്റെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ. ഒരു നല്ല ആലോചന ഇട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പോലെ അത് ശരിയാവില്ല. ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്കറിയാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയുന്നു ഞാൻ ഗൗരിയെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല, എനിക്ക് അവളെ ഒരു സഹോദരിയെ പോലെയാണ്. എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട്. രാമൻ യുവ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണമെന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നു. ഈ ആലോചന മുടങ്ങുന്നു. ആ വിഷമത്തിൽ അച്ചുവേട്ടൻ തമ്പിസാർ കൂടി വെള്ളമടിക്കുന്നു. തമ്പിസാറിന്റെ വിഷമം കണ്ട് അച്ചോട്ടൻ പണ്ട് ശിവേട്ടന്റെ രാധികടത്തിനെ കല്യാണം നടത്തിയതുപോലെ എന്റെ ഗൗരിയുടെയും കല്യാണം നടത്തി തരുന്നു. അതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലേ? വെട്ടല്ല, മുത്തശ്ശനെ തട്ടും. എന്റെ രാമൻകുട്ടി, ഇത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ. ഒന്നുമില്ലേലും നിങ്ങളെ ചേർത്ത് വെച്ച പ്രേമത്തിന്റെ ബ്രോക്കർ അല്ലടോ ഞാൻ. പിന്നെ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വണ്ടിക്കാശ് മുടക്കി ബാംഗ്ലൂർ വരേണ്ട വല്ല കാര്യമുണ്ട്? അവിടെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോ അവരെന്നെയാ ചുമതലയേൽപ്പിച്ചത്. ഞാനത് ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി അവരെ വിളിച്ച് ഉണ്ണി പറഞ്ഞോ ഗൗരിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. പക്ഷേ അതിലൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ രാമൻകുട്ടി. ഗൗരിയെ ഇഷ്ടമല്ലെന്ന് എന്റെ നാവ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ മനസാക്ഷി വഞ്ചിക്കുന്ന കാര്യമായിരിക്കും. കാരണം എനിക്കവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം അവളെ അറിയിക്കാനും കല്യാണത്തിന് അവളെ സമ്മതം വാങ്ങാനുമാണ് അന്ന് ഞാൻ അവിടെ വന്നത്. പക്ഷെ അതിനിടെ താൻ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കളഞ്ഞില്ലേ? പക്ഷെ രാമൻകുട്ടി വിഷമിക്കണ്ട, എന്നെ ആ രീതിയിൽ അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. രാമൻകുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞോളൂ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ കല്യാണത്തിന് കാണാം. ഉണ്ണിക്ക് ഗൗരിയോടുള്ളതുപോലെ ഗൗരിക്കും ഉണ്ണിയെ ഇഷ്ട. ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടുകൊണ്ടാ ആ ഇഷ്ടം അവര് തമ്മിൽ അറിയാതെ പോയത്. ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രാ. ആ സ്ഥിതിക്ക് ഞാൻ അവളോട് സത്യം പറയുന്നതല്ല എന്റെ ഒരു ശരി. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. ദേ ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവര് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം ഞാൻ മാറ്റിൽ നിന്ന് പോയിടാ. ഒരു പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ, ഒരാളോടെ പറയൂ. ഗൗരി അത് പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയാ അവൾ നിന്റെ പെണ്ണാടാ. ഇതിന്റെ ഇടയിൽ ഉണ്ണീന്നും ബാംഗ്ലൂരിന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടാണെന്ന്. നീ നിന്റെ ഭാര്യനെ കൂട്ടി മലയാളികളുടെ പേര് കളയാൻ ഇറങ്ങിയിരിക്കണം. അപ്പെല്ലാം പറഞ്ഞ പോലെ ഉണ്ണിയുടെ കാര്യം മിണ്ടാൻ നിൽക്കണ്ട. നീ ബാംഗ്ലൂർ പോയത് കല്യാണം ആലോചിക്കാനോ അതോ മുടക്കാനോ? എന്താടാ ഇത്? ഇവള് പറയുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ, അതിൽ സത്യമുണ്ടോന്ന്? സത്യമുണ്ട്. അത് മുത്തശ്ശൻ എങ്ങനെ അറിയാം? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എത്ര നാളാടാ ഇത് തുടങ്ങിയിട്ട്? കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം കൊണ്ട് ഒരു പ്രേമം ഇത്രയധികം പടർന്ന് പന്തലിക്കുമോ അച്ചു? എനിക്കറിയില്ല. പന്തലിക്കോ മുത്തശ്ശ? പിന്നെ പന്തലിക്കുന്നു മാത്രല്ല, പന്തലിച്ച് പൂടുകയും ചെയ്യും. അതിന് കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി.
അല്ലേ കാർത്തിയാനി? പിന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തുറന്നു പറയാമായിരുന്നില്ലടാ കുട്ടിരാമ. നീ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ അവൻ എന്നെ വിളിച്ചിരുന്നു. ഉണ്ണി, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനാണ് എന്നോട് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുമെന്ന്? ഇതിൽ പര സന്തോഷം ഞങ്ങക്ക് വേറെ എന്തുണ്ടറാ കുട്ടിരാമ? എന്റെ ഈ രണ്ടു മക്കളും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യ. ചെറുപ്പം മുതൽ അവൾക്ക് വേണ്ടി ഇവളാ സംസാരിച്ചിരുന്നത്. തമ്മിൽ പിരിയാന്ന് പറയുന്നത് രണ്ടുപേർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യ. ഇപ്പോ ഈശ്വരൻ തന്നെ അതിനൊരു മാർഗം കാണിച്ചു തന്നല്ലോ. എന്റെ ദേവി, എല്ലാ ദോഷങ്ങളും പുറത്തു എന്റെ കുട്ടികളെ നീ കാത്തുകൊള്ളണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെരവിട്ടതാ, ചെലവേ അല്ല കൊരവിട്ടതാ. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഇനി ഇടും ആ ചാര. ഇയാള് വെച്ചിട്ട് പോയെ. ഞാൻ ഇനിയും വരും, പേടിക്കണ്ട കേട്ടോ. എന്റെ മകൾ ഗൗരിയും തെക്കേടത്ത് പരേതനായ ശ്രീധരനുണ്ണിയുടെ മകൻ രാമൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന തുലാമാസം 14-ാം തീയതി നടത്താനായി തീരുമാനിച്ച വിവരം നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. നമസ്കാരം. ഇത് മിസ്സസ് പണിക്കർ സദേൺ ഇൻഡസ്ട്രീസിന്റെ എംഡിയാ. ഞാൻ രാമൻകുട്ടി, നമ്മുടെ ബിസ്ക്കറ്റ് ഫാക്ടറി മാനേജറായിട്ട് വർക്ക് ചെയ്യാ. മിസ്റ്റർ തമ്പി പറഞ്ഞത് പാചകക്കാരനാണെന്നാണല്ലോ. അതെ അതെ, ബിസ്ക്കറ്റും പാചകം ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയില്ലേ മിസ്റ്റർ നായർ? യു യങ് ബ്ലഡ്. ആയിക്കോട്ടെ. വരൂ മാഡം. അവരെന്താ പറഞ്ഞെന്നറിയോ? കീപ് ഇറ്റ് അപ്പ് എന്ന്. നിന്റെ കേപ്പായിരിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ? നിനക്ക് താല്പര്യം പറടാ, ഞാൻ ഫ്രീയാ. മരപ്പട്ടി. കേപ്പ് എന്ന് വെച്ചാൽ ഇത്ര വലിയ തെറിയാണോ ഈശ്വര? ഒന്ന് വന്നേ. അതെ, ഭക്ഷണം അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ, ക്ഷമിക്കേട്ടാ. അതല്ല, ഭക്ഷണം എത്തില്ല. ഭക്ഷണം കയറ്റി വന്ന വാൻ ഒരു ലോറിയുമായിട്ട് ഇടിച്ചു മാറും. ആളപായമൊന്നുമില്ല. ഈ സമയത്ത് ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ ഞാൻ അപ്പോഴേ പറഞ്ഞാലേ ഭക്ഷണമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന്. എന്റെ അച്ചു, ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാതെ നിങ്ങളൊക്കെ കലവറയിൽ തന്നെയായി പോവില്ലേ? അതുകൊണ്ടാ ഞാൻ. പക്ഷെ ആരാ പറഞ്ഞ കലവറയിൽ ആഘോഷമില്ലെന്ന്? എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ആഘോഷമായിട്ട് ഒരു സദ്യ ഉണ്ടാക്കാം. എന്താ ചേട്ടാ? അതെ, എല്ലാരും കൂടി ആഞ്ഞു പിടിക്കണം. അതിനെന്താ, എല്ലാവരും ആഞ്ഞു പിടിക്കലോ? എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ചേ.